ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു തീർത്ഥാടന യാത്രയാണ്. വേറെ അങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം ശബരിമലയ്ക്ക്. അപ്പോൾ ഇന്ന് ശബരിമലയിലേക്കുള്ള യാത്രയാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വീഡിയോ എടുത്ത് പോയിട്ട് വന്നാലോ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഉള്ളത് നമ്മുടെ ശ്രീധർമ്മശാസ്താവിൻ്റെ പുണ്യ പൂങ്കാവനമായ ശബരിമലയിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ രാവിലെയാണ് പോയത്. രാവിലെ നേരെ ഒഴുപ്പുറത്ത് പോയി പൊന്നൊരുപ്പുറത്ത് അമ്മയൊക്കെ തൊഴുതതിന് ശേഷം നമ്മൾ ഓമല്ലൂർ പത്തനംതിട്ട വഴിയാണ് ശബരിമലയിലേക്കുള്ള യാത്ര തുടങ്ങിയത്. ശബരിമലയെക്കുറിച്ചും അതിൻ്റെ കഥകളെക്കുറിച്ചുമൊക്കെ മലയാളികളായ എല്ലാവർക്കും അറിയാവുന്നതാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിൻ്റെ മലയോര ജില്ലയായ പത്തനംതിട്ടയിൽ റാന്നി താലൂക്കിൽ പെരുന്നാട് വില്ലേജിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. പത്തനംതിട്ട ടൗണിൽ നിന്ന് ഏകദേശം 72 കിലോമീറ്ററാണ് ശബരിമലയിലേക്കുള്ള ദൂരം. പത്തനംതിട്ടയിൽ നിന്നും പമ്പ വഴിയാണ് നമുക്ക് വാഹനത്തിൽ പോകാൻ സാധിക്കുന്നത്. പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ പെരിയാർ ടൈഗർ റിസർവിലാണ് ശബരിമല ക്ഷേത്രവും സമീപ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്നത്. ഒരു പ്രത്യേക സീസണിൽ ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രമാണ് ശബരിമല. ഏകദേശം 3 കോടി മുതൽ 5 കോടി വരെ ഭക്തരാണ് ഓരോ സീസണുകളിലും ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം തേടി മലകയറി എത്തുന്നത്. എൻ്റെ 8ാമത്തെ ശബരിമല യാത്രയാണ് ഇത്. ഹരിഹരപുത്രനായ അയ്യപ്പസ്വാമിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ക്ഷേത്രത്തിന് സമീപത്തായി മറ്റൊരു ക്ഷേത്രത്തിൽ മാളികപ്പുറത്തമ്മ എന്ന ദേവീ സങ്കല്പവും ഇവിടെ കുടികൊള്ളുന്നു. നിരവധി ഉപദേവതകളും ഇവിടെ കുടികൊള്ളുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 4137 അടി ഉയരത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. 18 മലകളാൽ ചുറ്റപ്പെട്ടാണ് ശബരിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശബരിമല ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചുമെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അത് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ശബരിമല യാത്രയും ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അങ്ങനെ പമ്പയും മലകളുമൊക്കെ കയറി അയ്യൻ്റെ പുണ്യ പൂങ്കാവനത്തിലേക്ക് എത്തി. ശബരിമല ക്ഷേത്രഭാഗത്തെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ചെറിയ വീഡിയോസുകളൊക്കെ മാത്രമാണ് ഉള്ളത്. തിരക്ക് കുറവായതിനാൽ തന്നെ നല്ല രീതിയിൽ തൊഴാനൊക്കെ സാധിച്ചു. വീണ്ടും എത്താമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ അയ്യനോട് യാത്ര പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.